ഇമ്മാതിരി ചൂടത്തും നട്ടുച്ച വെയില് ഈ സമയത്താണ് ഉണ്ടാക്കുന്നത് പൊറാട്ട. പൊറാട്ട. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ചോറും കറിൻ്റെയും വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ ബീഫിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോരുകറി വെക്കാൻ നമ്മൾ കുമ്പളങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽക്കൊരു അരപ്പ് റെഡിയാക്കണം. തേങ്ങ, ജീരകം ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ അമ്മിയിലൊക്കെ ചതച്ചെടുക്കുമ്പോൾ അങ്ങനെയല്ലേ ഇട്ട് കൊടുക്കല, അതുപോലെ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് തുറന്നിട്ട് അതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് വെച്ച് കൊടുക്കാം. എത്ര സിമ്പിളാണല്ലേ മോരുകറി ഉണ്ടാക്കാൻ. എത്ര അറിയാത്തവർക്കും വെക്കാൻ പറ്റിയൊരു കറി കേട്ടോ മോരുകറി. എന്നാലോ അധികം ആൾക്കാർക്കും അത് ശരിയാവില്ല. അപ്പോൾ നമ്മളെ കുമ്പളങ്ങയും ഈ തേങ്ങ ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് മോര് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ അടുപ്പത്തു നിന്ന് തന്നെ മോര് ഒഴിച്ച് കൊടുത്താൽ മോര് പിരിഞ്ഞ് പോകും കേട്ടോ. ഇനി ഞാൻ ഈ കറി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട്. ഉലുവ, കടുക്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട്. ഞാൻ ഉലുവൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഉള്ളി നമ്മളിപ്പോൾ ചേർക്കണില്ല കേട്ടോ. അത് നമ്മൾ വരട്ടിയെടുക്കുമ്പോഴാണ് ഇടുന്നത്. ഇതൊരു നാടൻ രീതിയിലുള്ള വെക്കലാണ്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. നല്ലോണം വഴന്ന് വരുമൊന്നും വേണ്ട, ബീഫ് ആവുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ബീഫിലേക്ക് അധികം ആൾക്കാർ ഇങ്ങനെ വഴറ്റിയിട്ടൊന്നും അല്ല ഇടുക. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വഴറ്റിയിട്ടൊന്നുമല്ല കേട്ടോ. എന്നിട്ട് നമ്മളെ വഴറ്റിയത് നമ്മളെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതേ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഇറച്ചി വരട്ടിയെടുക്കുകയും ചെയ്യുക. അതാണ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചെടുക്കും. അപ്പോൾ ആദ്യം ഇതുപോലെ മല്ലി മുളകൊക്കെ നമ്മൾ ബീഫിലോ ചിക്കനിലൊക്കെ ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുത്താൽ പച്ചച്ചൂരൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ബീഫിനും ഓരോ കണക്കാണ്. അപ്പോൾ ഞാനൊരു 6 വിസിൽ വെച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കിയ പൊറോട്ട മാവ് കുറച്ച് ബാക്കി വന്നതാട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പൊടിയിട്ടിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ബീഫ് കണ്ടപ്പോൾ പൊറോട്ട ഉണ്ടെങ്കിൽ ഒന്ന് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 10 പൊറോട്ടക്കൊക്കെ ഉള്ള മാവുള്ളൂ കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പൊറോട്ട വാങ്ങാൻ നമുക്കൊരു 15 ഉറുപ്പ്യൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊറോട്ടക്ക് നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ള പയർ അതിൻ്റെ ഇടയ്ക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മണിയാകുമ്പോഴത്തേനും മകൻ വരും കേട്ടോ. വരുമ്പോൾ ഇതിനൊക്കെ റെഡി ആകണം എനിക്ക്. ഒരു പപ്പടം പൊരിച്ചട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ധൃതിയാണ്. കാരണം പണി കഴിഞ്ഞ് വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് ചോറൊന്നും കിട്ടണം. അപ്പോൾ അതാ നമ്മളെ പയറും വന്നിട്ടുണ്ട്. അപ്പോൾ മോരുകറിയായി, ബീഫായി. ഇനി 2 പപ്പടം കൂടി പൊരിച്ചാൽ ചോറിൻ്റെ കാര്യം ഓക്കെ ആയി. അപ്പോൾ നമ്മളെ ബീഫ് കണ്ടോ വെന്തിട്ട് നല്ല അടിപൊളി വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് പൊറോട്ട തിന്നാൻ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ബീഫ്. അപ്പം ഇനി നമുക്ക് പൊറോട്ടൻ്റെ മാവൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ വീസാൻ അറിയാത്തവർക്കൊക്കെ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ വലുതായി പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചിറ്റിയെടുക്കുക. എത്ര സിമ്പിളാണല്ലേ. ഇത് ഏതറിയാത്തവർക്കും പറ്റിയതാട്ടോ.
ഞാൻ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ആൾക്കാർക്ക് ബോറടിച്ചണ്ട നമ്മളെ കൂട്ടുകാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താലും പൊറോട്ട ആവും കേട്ടോ. ഇപ്പോൾ നമ്മൾ പരത്തി വെച്ച പൊറോട്ടയൊക്കെ അതാ ഒന്ന് പരത്തിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അടുപ്പത്താണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനടുത്ത് ഞാൻ 2 വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൊറോട്ട ഒന്നും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഈ 2 വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പൊറോട്ടൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അപ്പം ഇനി മൈദയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ. അമ്മമാര് ചൂടത്തും നട്ടുച്ച വെയിൽ ഈ സമയത്താണ്. അപ്പോൾ മകൻ ചോറിനാൻ വന്നിട്ടോ. ഇതെന്താക്കണേ പൊറോട്ട. അപ്പോൾ നമ്മളെ പൊറോട്ടയൊക്കെ റെഡിയായി. ബീഫോ? അപ്പോൾ ബീഫ് വരട്ടാനുള്ള ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി അത് അതിലേക്ക് വാരിട്ടാൽ കേട്ടോ. വേപ്പിൻ്റെ വലിയ ഉള്ളി അരിഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ചോറ് തിന്നണോ പൊറോട്ട തിന്നണോ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. അവന് വന്നപ്പോൾ പൊറോട്ടയും ബീഫും കണ്ടാൽ പിന്നെ ആർക്കും ഇഷ്ടമാവാതിരിക്കുക അല്ലേ. അപ്പം എന്തായാലും ഞാൻ 2 പൊറോട്ട തിന്നലാ പറഞ്ഞു. അങ്ങനെ 2 പൊറോട്ട തിന്നാണ്. അതിൻ്റെ മേലെ കുറച്ച് ചോറും തിന്നാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഈ ചോറും കറിയൊക്കെ റെഡി ആക്കണല്ലോ. നമ്മളെ മോര് കറി, ഇറച്ചി വരട്ടിയത്, പിന്നെ നമ്മളെ പയറുപ്പേരി, പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പപ്പടം പൊരിച്ചിട്ട് എടുക്കണുള്ളൂ കേട്ടോ. ചോർക്ക് വിളമ്പി വെച്ചിട്ടാണ് പപ്പടം പൊരിച്ചുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഇതിലെന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റിൽ അറിയിച്ചണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിച്ചാൽ. ഇൻഷാ അല്ലാഹ് അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.